ഹായ് ഓൾ. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡോജി കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി 4 പാറ്റേൺ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഹാമർ, ഹാങ്ങിങ് മാൻ, ഷൂട്ടിംഗ് സ്റ്റാർ, ഇൻവേർട്ടഡ് ഹാമർ. സോ ഇതൊരു 5ാമത്തെ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ്, ഡോജി കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ. സോ ഇതോടുകൂടി നമ്മൾ എന്താകും, കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ, കാൻഡിൽ സ്റ്റിക്കിനെ കുറിച്ചുള്ള ടോപ്പിക്ക് ഫുള്ള് കവർ ചെയ്യും. പിന്നെ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകും. അതായത് സപ്പോർട്ട് എങ്ങനെ വരയ്ക്കുക, റെസിസ്റ്റൻസ് എങ്ങനെ വരയ്ക്കുക, റീസെൻ്റ് ബൈയിങ് ഏരിയ ഏതാണ്, റീസെൻ്റ് സെല്ലിംഗ് ഏരിയ ഏതാണ്, മേജർ സെല്ലിംഗ് ഏരിയ ഏതാണ്, മേജർ ബൈയിങ് ഏരിയ ഏതാണ്, ഇങ്ങനെയുള്ള കുറേ ഇൻഫർമേഷൻ അല്ലെങ്കിൽ അതൊക്കെ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത കുറച്ച് വീഡിയോസിൽ നമ്മൾ പഠിക്കും. സോ ഈ ഒരു വീഡിയോയോട് കൂടി നമ്മൾ കാൻഡിൽ സ്റ്റിക്കിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഫുള്ള് നമ്മൾ കവർ ചെയ്യും. സോ ഇനി നമുക്ക് എന്താക്കാൻ പറ്റും, ഇതിൽ നിന്ന് തന്നെ നമുക്ക് ചാർട്ട് റീഡിംഗ് എന്ന് പറയുന്ന ഒരു സ്കില്ലാണ് നമുക്ക് ഗെയിൻ ചെയ്ത് എടുക്കാൻ പറ്റും. അതായത് മാർക്കറ്റിൽ ഇങ്ങനെ ഈ നമ്മൾ പറയുന്ന ഈ കുറേ ക്യാൻഡിൽസ് കാണുന്ന സമയത്ത്, എവിടെ വെച്ച് കാണുന്ന സമയത്ത്, മേജർ സെല്ലിംഗ് ഏരിയ, സപ്പോർട്ട്, റെസിസ്റ്റൻസ്, മേജർ ബൈയിങ് ഏരിയ, അല്ലെങ്കിൽ റീസെൻറ്റ് ബൈയിങ് ഏരിയ, റീസെൻറ്റ് സെല്ലിംഗ് ഏരിയ, അങ്ങനെയുള്ള ഏരിയാസിൽ എല്ലായിടത്തും നമ്മൾ ഈ ഒരു പറയുന്ന ക്യാൻഡിൽസ് വെച്ചിട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ പറയുന്ന എല്ലാ പാറ്റേണും എവിടെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞിട്ടുണ്ട്. ഒരു ഡൗൺ ട്രെൻഡിൻ്റെ എൻഡിൽ അല്ലെങ്കിൽ അപ്പ് ട്രെൻഡിൻ്റെ എൻഡിൽ ഇവിടെയാണ് വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു പാറ്റേണൊക്കെ ഫോം ആവുന്നത് അല്ലേ? സോ അതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ചാർട്ടിൻ്റെ പല സ്ഥലത്തും ഇത് കാണാൻ പറ്റും. അതൊന്നും നമ്മൾ ചാടി കയറി നമ്മൾ കൺസെപ്റ്റ് അല്ല. നമുക്ക് ഈ ഒരു പാറ്റേൺസ് ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു അപ്പ് ട്രെൻഡിൻ്റെ എൻഡിലോ അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിൻ്റെ എൻഡിലോ, അതായത് സപ്പോർട്ടിൻ്റെ റെസിസ്റ്റൻസിൻ്റെ അടുത്തോ, മേജർ ബൈയിങ് ഏരിയയുടെ അടുത്തോ, മേജർ സെല്ലിംഗ് ഏരിയയുടെ അടുത്തോ, അങ്ങനെയുള്ള ആ ഒരു നമുക്കൊരു ഏരിയാസ് ഉണ്ട്, കുറച്ച് ഏരിയാസ് ഉണ്ട്. ആ ഒരു ഏരിയാസിൽ ഇത് ഫോം ചെയ്യുമ്പോഴാണ് നമ്മൾ ഇത് പ്ലാൻ ചെയ്യുന്നത്. സോ ഇനി നമുക്ക് ഡോജി കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ എന്താണെന്നുള്ളത് ഒന്ന് നോക്കാം. സോ ഇതാണ് ടൈപ്പ് ഓഫ് ഡോജീസ്. അതായത് നമുക്ക് ചാർട്ടിൽ ഡോജീസ് ഇത്രയും ടൈപ്പ് ഡോജീസിൻ്റെ ചാർട്ടിൽ കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു ക്യാൻഡിൽ ഉണ്ടല്ലോ, ഈ ഒരു ക്യാൻഡിൽ വളരെ റെയറായിട്ട് മാത്രം കാണുന്ന ഒരു ക്യാൻഡിലാണ്. ബാക്കി 4 ഡോജീസും നമുക്ക് കോമൺ ആയിട്ട് ചാർട്ടിൽ കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ എപ്പോഴെങ്കിലുമൊക്കെ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. സോ ഈ ഒരു ക്യാൻഡിൽ ചിലപ്പോൾ ചാർട്ട് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ കണ്ടില്ല എന്ന് വരും. ഓക്കെ, സോ ബാക്കിയുള്ള 4 ക്യാൻഡിലും എന്താണ്, റെയർ അല്ല, അത് കോമൺ ആയിട്ട് കാണുന്ന ഡോജീസാണ്. സോ ഈ ഒരു ക്യാൻഡിൽ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ, ഈ ഒരു ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത പ്രൈസും ക്ലോസ് ചെയ്ത പ്രൈസും അടുത്താണുള്ളത്. ഏത് ഡോജീസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഓപ്പൺ ചെയ്ത പ്രൈസും ക്ലോസ് ചെയ്ത പ്രൈസും വളരെ അടുത്താണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാൻഡിൽ പറയുന്നത് ഇതൊരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. ഈ ഡോജി ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. അതായത് ഈ ഒരു ക്യാൻഡിൽ എന്താണ്, നമുക്ക് ഈ ഒരു ക്യാൻഡിൽ കണ്ടാൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ഇതിൽ കൺട്രോൾ ബയേഴ്സിൻ്റെ അടുത്താണോ അല്ലെങ്കിൽ കൺട്രോൾ സെല്ലേഴ്സിൻ്റെ അടുത്താണോ ഉള്ളതൊന്നും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാൻഡിലാണ് ഈ ഒരു ക്യാൻഡിൽ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള 4 പാറ്റേണും, ഹാമർ ആയാലും ഹാങ്ങിങ് മാൻ ആയാലും ഷൂട്ടിംഗ് സ്റ്റാർ ആയാലും ഇൻവെർട്ടഡ് ഹാമർ ആയാലും എല്ലാം എന്താണ്, ഒരു ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ ആണല്ലേ. ഒന്നുകിൽ അപ്പ് ട്രെൻഡിൽ നിന്നും ഡൗൺ ട്രെൻഡിലേക്ക് പ്രൈസ് മൂവ് ചെയ്യുമെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പാറ്റേൺ ആണ്, അല്ലെങ്കിൽ എന്താണ്, ഡൗൺ ട്രെൻഡിൽ നിന്ന് അപ്പ് ട്രെൻഡിലേക്ക് പ്രൈസ് പോകുമെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പാറ്റേൺ ആണ്. സോ അതുപോലെ തന്നെ ഈ ഡോജി കാൻഡിൽ പാറ്റേൺ ഒരു ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ ആണ്. അതായത് മാർക്കറ്റിൽ ഡൗൺ ട്രെൻഡിൻ്റെ എൻഡിൽ ഇങ്ങനെ ഒരു ഡോജി ക്യാൻഡിൽ കണ്ടുവന്നാൽ പ്രൈസ് മുകളിലോട്ടേക്ക് പോകുമെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യും. ഇൻഡിക്കേഷൻ മാത്രമാണ്, കൺഫർമേഷൻ അല്ലാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേണും നമ്മൾ പറയുന്നത് പോലെ ഇതും ഒരു ഇൻഡിക്കേഷൻ മാത്രമേ തരുന്നുള്ളൂ, കൺഫർമേഷൻ അല്ല. അതുപോലെ തന്നെ പ്രൈസ് അപ്പ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൈസ് ഈ ഒരു ഡോജി ക്യാൻഡിൽ ഫോം ചെയ്താൽ പ്രൈസ് താഴേക്ക് വരുമെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ്. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതൊരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. പിന്നെ എങ്ങനെയാണ് ഇതൊരു ട്രെൻഡ് റിവേഴ്സൽ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആയിട്ട് മാറുന്നത് എന്നുള്ളത് ഞാനൊന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, സോ ഇവിടെ നമുക്കൊരു സപ്പോർട്ട് ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇപ്പോൾ ഡൗൺ ട്രെൻഡിലേക്ക് പ്രൈസ് സെല്ലേഴ്സ് മാർക്കറ്റിനെ താഴേക്ക് പുഷ് ചെയ്തിട്ട് ഈ ഒരു സപ്പോർട്ടിൻ്റെ അടുത്ത് വരെ എത്തിച്ചു. ഇവിടെ വെച്ചിട്ട് ഒരു ഡോജി ക്യാൻഡിൽ ഫോം ചെയ്തു. സോ ഇതുവരെ എന്തായിരുന്നു, മാർക്കറ്റിൽ സെല്ലേഴ്സിനായിരുന്നു കൺട്രോൾ ഉണ്ടായിരുന്നില്ലേ. സോ ഇവിടുത്തെ സമയത്ത് ഒരു ഡോജി ക്യാൻഡിൽ ഫോം ചെയ്തു എന്ന് വിചാരിക്കുക. സോ ഇപ്പോൾ ഇവിടെ എന്തായി, മാർക്കറ്റിൽ ഇവിടെ എന്തായി, നമ്മൾ ഇതുവരെ സെല്ലേഴ്സിൻ്റെ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് നമ്മൾ പഠിച്ചു. മാർക്കറ്റിൽ സെല്ലേഴ്സ് ആണോ ബയേഴ്സ് ആണോ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്നാണ് നമ്മൾ പഠിച്ചതില്ലേ. സോ ഇവിടെ എന്തായി, ഇവിടെ നമുക്ക് ബയേഴ്സിൻ്റെ കൺട്രോൾ ഉണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്തായി, ബയേഴ്സിൻ്റെ ഒരു പ്രസൻസ് ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലേ. അതായത് ഇതുവരെ സെല്ലേഴ്സ് മാർക്കറ്റിൽ പ്രൈസ് താഴോട്ടേക്ക് പുഷ് ചെയ്ത് വന്നായിരുന്നു. പക്ഷേ ഇവിടുത്തെ സമയത്ത് ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ചെയ്തത്. സോ ഇവിടെ ഒരു ബയേഴ്സിൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. സോ നെക്സ്റ്റ് ക്യാൻഡിൽ എന്തായിരിക്കാം, ചിലപ്പം വേറൊരു ബുള്ളിഷ് ക്യാൻഡിലായിട്ട് പ്രൈസ് മുകളിലേക്ക് പോകാം. അല്ലെങ്കിലോ പ്രൈസ് ബിയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ട് പ്രൈസ് താഴേക്ക് പോകുന്ന ഫോള് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോയേക്കാം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം,
മൂന്നാമത്തെ സിനാരിയോ, ഈ ഒരു ഡോജി ക്യാൻഡലിൻ്റെ ഉള്ളിലുണ്ടല്ലോ വേറൊരു ക്യാൻഡിൽ ഫോം ചെയ്തിട്ട് ഉണ്ടാകാം. സോ നമുക്ക് എന്ത് വേണം, നമുക്ക് കൺഫർമേഷൻ കിട്ടണം. അത് ഏത് പാറ്റേൺ ആണെന്ന് കിട്ടും. നമ്മൾ മുന്നേ പഠിച്ച ഹാമർ ആയാലും ഹാങ്ങിങ് മാൻ ആയാലും ഇൻവേർട്ടർ ഹാമർ ആയാലും ഷൂട്ടിംഗ് സ്റ്റാർ ആയാലും ഏത് പാറ്റേൺ ആണെങ്കിലും നമുക്ക് എന്താണ് കൺഫർമേഷൻ കിട്ടണം. അത് ചിലപ്പം നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ കൺഫർമേഷൻ കിട്ടും. ചിലപ്പം 1, 2, 3 ക്യാൻഡിൽ വെയിറ്റ് ചെയ്താലും നമുക്ക് കൺഫർമേഷൻ കിട്ടും. അതായത് 2, 3 ക്യാൻഡിൽ എന്തായിരിക്കും ഈ ഡോജിൻ്റെ അല്ലെങ്കിൽ ഹാമറോ ഏതാണോ എന്ന് വിചാരിച്ചാൽ ഇതിനുള്ളിൽ ഇൻസൈഡിനകത്ത് തന്നെ പല 2, 3 ക്യാൻഡിലൊക്കെ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്കൊരു കൺഫർമേഷൻ ഇല്ല. സോ നമുക്ക് എപ്പോഴാണോ കൺഫർമേഷൻ കിട്ടുന്നത്, അതായത് നമ്മൾ പറയുന്ന ഈ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ അപ് ട്രെൻഡിലാണെങ്കിൽ ലോ ബ്രേക്ക് ചെയ്തിട്ട് എപ്പോഴാണോ നമുക്ക് കൺഫർമേഷൻ ക്യാൻഡിൽ കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യാൻ. ഓക്കെ, സോ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഡോജി ഫോം ചെയ്തു. നെക്സ്റ്റ് നമുക്കൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഹൈ ഡോജി ഹാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രൈസ് മുകളിലേക്ക് പോകുമെന്ന് പ്രിഡിക്റ്റ് ചെയ്യാം. ഇങ്ങനെയാണ് ഈ ഡോജി ക്യാൻഡിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ ആയിട്ട് മാറുന്നത്. അതുപോലെ തന്നെ അപ്പ് സൈഡിലാണെങ്കിൽ ബയേഴ്സ് പ്രൈസിനെ മുകളിലേക്ക് പുഷ് ചെയ്തു റെസിസ്റ്റൻസ് ലെവലിലേക്ക് എത്തിച്ചു. ഇവിടുന്ന് ഒരു ഡോജി ക്യാൻഡിൽ ഫോം ചെയ്തു. സോ പ്രൈസ് താഴേക്ക് പോകുമെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഇങ്ങനെയാണ് ഒരു ഡോജി ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലായിട്ട് മാറുന്നത്. അതായത് നമ്മൾ ഹാമർ ആയാലും ഹാങ് മാൻ ആയാലും ഒക്കെ പഠിച്ചതുപോലെ തന്നെ സെയിം മെത്തേഡ്, സെയിം കൺഫർമേഷൻ ക്യാൻഡിലേക്ക് ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ പറയുന്നൊരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പം ഈ 2 ഡോജി ക്യാൻഡിൽ ഉണ്ടല്ലോ, ഈ 2 ഡോജി ക്യാൻഡിലിന് ഈ ഒരു ഡോജി ക്യാൻഡിലിനേക്കാൾ കൂടുതൽ കൺഫർമേഷൻ തരാൻ പറ്റും. അതായത് സപ്പോർട്ടിൻ്റെ അടുത്ത് വെച്ചിട്ട് ഈ ഒരു ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ ഇതിനാണ് കൂടുതൽ കൺഫർമേഷൻ, ഇതിനേക്കാൾ കൂടുതൽ കൺഫർമേഷൻ തരുന്നത് ഈ ഒരു ക്യാൻഡിലിനാണ്. അതുപോലെ തന്നെ റെസിസ്റ്റൻസിൻ്റെ അടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിലിനാണ് കൂടുതൽ കൺഫർമേഷൻ. അതായത് ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് റിസൾട്ട് അല്ലെങ്കിൽ കൂടുതൽ കൺഫർമേഷൻ തരുന്നത് ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുന്നതാണ്. അതായത് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഒരു സപ്പോർട്ടിൻ്റെ അടുത്ത് വെച്ചിട്ട് ഈ ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ പകരം ഈ ഒരു ക്യാൻഡിലിൻ്റെ പകരം ഈ ഒരു ഡോജി ആണെങ്കിൽ ഇതിനാണ് കൂടുതൽ കൺഫർമേഷൻ തരിക. അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസിൻ്റെ അടുത്ത് വെച്ചിട്ട് ഫോം ചെയ്യുന്നത് ഈ ഒരു ഡോജി ക്യാൻഡിലാണ് ഇതിൻ്റെ പകരം. ഇങ്ങനെയുള്ളൊരു ഡോജി ക്യാൻഡിലിന് പകരം ഈ ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ കൂടുതൽ കൺഫർമേഷൻ തരുന്നത് ഈ ഒരു ക്യാൻഡിലാണ്. ഓക്കെ, സോ ഇത്രയാണ് ഡോജി ക്യാൻഡിൽ കേസ്. നിങ്ങൾക്ക് ഡോജി ക്യാൻഡിലിൻ്റെ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ നമുക്കൊരു ഡോജി ക്യാൻഡിൽസ്റ്റിക് പാറ്റേണിൻ്റെ എക്സാമ്പിൾ കാണാൻ പറ്റും. ഇവിടെ കണ്ടു, ഇതൊരു ഡൗൺ ട്രെൻഡിൻ്റെ എൻഡാണ്. ആ എൻഡിൽ വെച്ചിട്ട് ഒരു ഡോജി ക്യാൻഡിൽ ഫോം ചെയ്ത് പിന്നെ ആ ഡോജി ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് കൊണ്ട് നമുക്ക് കൺഫർമേഷൻ ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്തുകൊണ്ട് വേറൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്ത് പിന്നെ പ്രൈസ് മുകളിലോട്ടേക്ക് പോയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ഒരു ഡോജി ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, സോ നമ്മുടെ നോർമലി നമ്മൾ പറയുന്നത് പോലെ നമ്മുടെ എൻട്രി ഇവിടെയാണ് നമ്മുടെ എൻട്രി വരിക. അതുപോലെ തന്നെ SL ഒരു ഡോജി ക്യാൻഡിൻ്റെ ലോഡ് കുറച്ച് താഴെയായിട്ട് ഇവിടെയാണ് നമുക്ക് SL വരുന്നത്. നമുക്ക് 1:2 ആണ് നമ്മുടെ ടാർഗറ്റ് വരുന്നത്. ഓക്കെ, സോ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഏത് ട്രേഡിങ് ഏത് മാർക്കറ്റാണ് എടുക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ ഫോം ചെയ്യാതെ മാർക്കറ്റ് ഒരിക്കലും ട്രെൻഡ് റിവേഴ്സ് ആവില്ല. അത് അപ് ട്രെൻഡിൽ നിന്നാണെങ്കിലും ഡൗൺ ട്രെൻഡിൽ നിന്നാണെങ്കിലും ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, ഇതിലേതെങ്കിലും ഒരു പാറ്റേണിലാണ് ട്രെൻഡ് റിവേഴ്സ് ആവുക. ഒന്നെങ്കിൽ എന്താവും, അപ് ട്രെൻഡിൽ നിന്ന് ഡൗൺ ട്രെൻഡിലേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിൽ നിന്ന് അപ് ട്രെൻഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പഠിച്ച 5 ക്യാൻഡിൽസ്റ്റിക് പാറ്റേണിൽ ഏതെങ്കിലും ഒരു പാറ്റേൺ ഫോം ആവും. ഒന്നെങ്കിൽ ഡൗൺ ട്രെൻഡിൽ നിന്ന് അപ് ട്രെൻഡിലേക്ക് പോകുകയാണെങ്കിൽ ഹാമർ ഫോം ആവും, അല്ലെങ്കിൽ ഇൻവേർട്ടർ ഹാമർ ഫോം ആവും, അല്ലെങ്കിൽ മറുബോസ് ക്യാൻഡിൽ ഫോം, അല്ലെങ്കിൽ ഡോജി വിത്ത് ബുള്ളിഷ് ക്യാൻഡിൽ ഏതെങ്കിലും വെച്ചിട്ട് അങ്ങനെ ഫോം. സോ ഇങ്ങനെ ഏതെങ്കിലും ഒരു ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ ഫോം ആവാതെ മാർക്കറ്റ് ഒരിക്കലും ഒരു റിവേഴ്സൽ വരില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ നിങ്ങളെ പഠിപ്പിച്ചത്, സ്റ്റാർട്ടിങ്ങിൽ തന്നെ പഠിപ്പിച്ചത്. സോ ഈ ഒരു ഫോംസ് ഇതിപ്പോൾ നമ്മൾ എങ്ങനെയാണ് ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ വെച്ചിട്ട് ട്രേഡ് ചെയ്യാമെന്നാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് എങ്ങനെയാണ്, ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ മേജർ സെല്ലിംഗ് ഏരിയ, സപ്പോർട്ട്, റെസിസ്റ്റൻസ് എന്നൊക്കെ പറയുന്ന ആ കുറച്ച് ഏരിയാസ് ഉണ്ടല്ലോ, ആ ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ പഠിക്കണം. അതും കൂടിയാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. സോ ആ നെക്സ്റ്റ് വീഡിയോകളിലൊക്കെ അതാണ് ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ നമ്മൾ പഠിച്ച 4 വീഡിയോസും, അതായത് ഹാമർ, ഹാങ്ങിങ് മാൻ, ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ, ഷൂട്ടിംഗ് സ്റ്റാർ, ഇൻവേർട്ടർ ഹാമർ എന്നുള്ള പാറ്റേൺസ് ഒക്കെ ഉണ്ടല്ലോ, അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ദയവായിട്ട് അതും നിങ്ങൾ കാണുക, കണ്ടിട്ടത് മനസ്സിലാക്കുക. ഓക്കെ, സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ ഫ്രണ്ട് സർക്കിൾ ആരെങ്കിലും ട്രേഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോസ് ഒന്ന് അയച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു.